പറയുന്നുണ്ട്, മൻ ഹൂസിബ യൗമൽ ഖിയാമ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു വിചാരണ ചെയ്യാൻ പിടിച്ചാൽ അവൻ നശിച്ചു പോകുമെന്ന് മഹ്ദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാളെ റബ്ബ് ചെയ്തത് മുഴുവനും എണ്ണി ചോദിക്കുന്ന രംഗമുണ്ട്. ആ രംഗത്ത് ഒരാളെയും നമ്മളെ തിരിഞ്ഞു നോക്കൂല. ആ സമയത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണം. ആ സമയത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ എന്റെ പ്രിയമുള്ളവരെ, 6 സ്വഭാവം ആർക്കുണ്ടോ, 6 നന്മകൾ ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 6 നല്ല കാര്യം ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അവൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അവർക്കാണ് ഹിസാബ് യസീറ എന്നൊരു ഹിസാബുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുന്നിൽ ഇപ്പൊ സിറാജ്, ഞാൻ വഴുത പറയുന്ന ഞാൻ നാളെ മരിച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹിന്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കുമ്പോ അള്ളാഹു എന്നോട് ചോദിക്കും, സിറാജ് നിസ്കാരമൊന്നും ഇല്ലല്ലോ? ഇല്ല പടച്ചവനെ. ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല പടച്ചവനെ. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ? ചെയ്തു പടച്ചവനെ. എല്ലാം ഞാൻ സമ്മതിക്കും. എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ഞാൻ ചെയ്ത തെറ്റുകൾ മുഴുവനും ഞാനിങ്ങനെ സമ്മതിക്കുമ്പോ അവസാനം അള്ളാഹു പറയും, എല്ലാം സമ്മതിച്ച് കഴിയുമ്പോ കേറി പോടാ, എന്റെ കരുണ കൊണ്ട് നീ കേറിപ്പോക്കോ എന്നിങ്ങനെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന ചില വിഭാഗമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹമുള്ള മഹാന്മാരൊന്ന് കൈവക്കിക്കും. പൊക്കിക്കോ, വേറെ വഴിയൊന്നുമില്ല. ചിലപ്പോ ഇതേ കാണത്തുള്ളൂ. ചിലപ്പോ നീ ഈ കൈ പൊക്കിയതിന്റെ പേരിൽ നിനക്ക് സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ഒന്നും വേണ്ട. ഒരുപാട് വലിയ സൽക്കർമ്മൊന്നും വേണ്ട. ഒരു നായിക്ക് വെള്ളം കൊടുത്തേനല്ലേ ഒരു പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തേ? വളരെ മോശമായ വ്യഭിചരിച്ച് നടന്ന ഒരു പെണ്ണ് ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേര് സ്വർഗം കിട്ടി. 5 നേരം നിസ്കരിച്ച് ദിക്റും ദുആയും ഖുർആനും ഒരുപാട് സൽക്കർമ്മവുമായി നടന്ന ഒരു പെണ്ണൊരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതിരുന്നപ്പോൾ നരകവും കിട്ടി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അള്ളാഹു അങ്ങനെ വല്ലാത്ത കരുണയാണ്. അള്ളാഹുവിന് വല്ലാത്ത കരുണയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് 2 ആൾക്കാരെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ പരലോകത്ത് 2 ആൾക്കാരെ കൊണ്ടുവരും. 2 പേരോടും അള്ളാഹു പറയും നരകത്തിൽ പൊക്കോളാൻ. 2 പേരോടും പറയും നരകത്തിൽ പോകാൻ. നരകത്തിലേക്ക് പോകാൻ പറയുമ്പോ ഒരുത്തനാണെങ്കിൽ ഒറ്റ ഓട്ട. നരകത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ഒരുത്തൻ ഒറ്റ ഓട്ടം ഓടുവാ നരകത്തിലേക്ക്. രണ്ടാമത്തെ മനുഷ്യനാണെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞു നോക്കും, പിന്നെയും മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞു നോക്കും, പിന്നെയും മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞ് ഇങ്ങനെ പോവാ. 2 പേരും നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ അള്ളാഹു 2 പേരെയും തിരിച്ചു വിളിച്ചു. അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 6 കാര്യങ്ങളും പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല. ഇൻഷാ അല്ലാഹ് കറക്റ്റ് 10:30 ചവിട്ടി നിർത്തി ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആരാ നബിയേ, നാളെ വിചാരണയില്ലാതെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകുന്ന ആ ഭാഗ്യവാൻ ആരാ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത 1ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നു, സ്വഹാബാ, അള്ളാഹു പരീക്ഷണം കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പടച്ചവനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോ കണ്ണീര് റബ്ബിങ്ങനെ തോരാതെ നിനക്ക് തന്നുകൊണ്ടിരിക്കുമ്പോ, പടച്ചവനെ നിന്റെ കച്ചവടം നഷ്ടത്തിലാകുമ്പോ, നിനക്ക് ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ, നിന്റെ മക്കൾക്ക് രോഗം പിടിക്കുമ്പോ, നിന്റെ വീടിനകത്തുറപ്പേ സമാധാനമില്ലാതെ വരുമ്പോ, പടച്ചവനെ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് അള്ളാഹു പ്രയാസങ്ങൾ മാത്രം തരുമ്പോ ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ, ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ശമിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്, അവൻ നാളെ